രണ്ട് വിഭവങ്ങൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ചെയ്യാൻ പോകുന്നത് വടുകപ്പുളി നാരങ്ങാക്കറി. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, അത് പുളിയിഞ്ചി, തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറി, ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. നിങ്ങൾ കലവറ എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിക്കറി ആണെങ്കിൽ അത്, പുളിയിഞ്ചി ആണെങ്കിൽ അത്, അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇന്ന് ചെയ്യാൻ പോകുന്നത് വടുകപ്പുളി നാരങ്ങാക്കറി. വലിയ കറിനാരങ്ങയില്ലേ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 500 ഗ്രാം കാണും, ഒരു ഇടത്തരം നാരങ്ങ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോടുകൂടിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നാരങ്ങാക്കറി സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിന് ചിലപ്പോൾ കറിക്ക് ശകലം കയ്പൂടെ കാണും, മറ്റ് ചെത്തിക്കളഞ്ഞ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച്. നിങ്ങൾക്ക് വേണമെന്നൊരു തൊലി ചെത്തിക്കളയാം. ഞാനിത് ഇങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി 2 ടീസ്പൂൺ ചെറുതായിട്ട് കുത്തിയരിഞ്ഞു. പച്ചമുളക്, അത് വലിയ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണെങ്കിൽ നിങ്ങൾ 3 എടുക്കുക, ചെറുതാണെങ്കിൽ 4 വട്ടത്തിലരിഞ്ഞത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് വെള്ളത്തിൽ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി, അത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കണം. ഇത്രയാണ് വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ചേർക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇനി സ്റ്റൗ ഓണാക്കാം. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇരിക്കട്ടെ. ടോട്ടൽ 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. എണ്ണ ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 3-4 ചുവപ്പ് മുളക്. വലിയ ചുവപ്പ് മുളകാണെങ്കിൽ അത് നിങ്ങൾ മുറിച്ചിടണം. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇഞ്ചിയൊക്കെ മൂത്ത്. ഇനി ഇതിലേക്ക് നാരങ്ങ, നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുപാടങ്ങ് വാടണ്ട. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 പച്ചമുളക് നേരത്തെ ചേർത്താണ്. കായപ്പൊടി 3/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ. നല്ല നിറമുണ്ട്. നാരങ്ങയുടെ പുളിയും ചെറിയ കയ്പും എരി, ഉപ്പ്. ഇനി നമ്മളിതിനകത്തൊരു അല്പം ശർക്കരയൊക്കെ ചേർക്കുന്നുണ്ട്. പിഴിപുളി ചേർക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. 2 ടേബിൾ സ്പൂൺ ശർക്കര, കുറച്ചുകൂടെ അത് തിളച്ച് കുറുകട്ടെ. ശരിയായിട്ടുള്ള പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇരുന്നും കുറച്ചുകൂടെ കുറുവും. നമ്മൾ കറി എന്നാണ് പറയുന്നത്, അതുകൊണ്ട് വറ്റിച്ചെടുക്കണ്ട. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിരുന്ന് തണുക്കട്ടെ.
നാരങ്ങാക്കറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒഴിക്കാം. നമ്മളിതുവരെ അതിൻ്റെ എരിയൊന്നും നോക്കിയില്ല. എരി മാത്രമേ നോക്കാൻ പറ്റൂ. ഉപ്പൊന്നും നോക്കി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതെല്ലാം അതിൽ പിടിക്കണം. എരി ആവശ്യത്തിനുണ്ട്. ഇനി ഇത് കഴുകി ഉണക്കിയ കുപ്പിയിലേക്കോ പാത്രത്തിലേക്കോ മാറ്റാം. ഈ നാരങ്ങാക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹാപ്പി ഓണം.